कुलोसियों की किताब उसका 2:14। और विधियां का वह लेख जो हमारे नाम पर और हमारे विरोध में था मिटा डाला और उसको क्रूस पर कीलों से जड़कर सामने से हटा दिया। അപ്പോസ്തലനായ പൗലോസിന്റെ 14 ലേഖനങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. और हम देखते हैं अपोस्तल पौलुस की जो है वो 14 हमारे साथ जो चिट्ठियां हमें दे रखी है. ഈ 14 ലേഖനങ്ങളിൽ പൗലോസ് ദൈവസഭയോട് പറഞ്ഞത് 4 ദൂതുകളാണ്. 4 ദൂതുകൾ. ये 14 चिट्ठियों में जो पौलुस ने जो अपने सभाओं को दे रखी है उसमें से 4 प्रमुख की बातें उन्होंने बता रखी है. ഒന്ന് യേശുവിന്റെ മടങ്ങിവരവാണ്. सबसे पहला कि यीशु मसीह वापस आने वाला है. രണ്ടാമത്തെ ദൂത് യേശുവിന്റെ ക്രൂശിനെ കുറിച്ചാണ്. दूसरा परमेश्वर को क्रूस पे चढ़ाने वाली बातें. മൂന്നാമത്തെ ദൂത് നമ്മുടെ യേശു ആര് എന്നുള്ളതാണ്. और तीसरी कि परमेश्वर यीशु मसीह कौन है. നാലാമത്തെ ദൂത് എക്ലീസിയ അല്ലെങ്കിൽ ചർച്ച് പുതിയ നിയമസഭ എന്താണെന്നുള്ള 4 ദൂതുകളാണ് പൗലോസ് 14 ലേഖനങ്ങളിൽ സഭയ്ക്ക് കൈമാറി. और चौथा जो है कि नए नियम की कलीसिया कैसी है वो ऐसे 4 चिट्ठियों में 4 प्रमुख की बातें बता रखी है. നിങ്ങൾ ഈ പൗലോസിന്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ പൗലോസ് ഒരു അസാധാരണനായ ദൈവമനുഷ്യനാണ്. अगर पौलुस की बातें लिखी हुई जो लेखन हम लोग पढ़ते हैं तो वो एक बिल्कुल एक असाधारण एक व्यक्ति था. ഇതുപോലെ നമുക്കൊരു 10 ആയുസ്സും കൂടെ കിട്ടിയാൽ എനിക്ക് തോന്നുന്നില്ല പൗലോസ് എഴുതിയത് ഏത് ആശയത്തിൽ എഴുതിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. और अगर हमें शायद 10 साल और भी हमें बढ़ा कर दे तो हम ये समझ नहीं पाएंगे हम किस तरह से किस मतलब से पौलुस ने ये सारी बातें हमें बताई है. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ പുസ്തകം പ്രസംഗിക്കുന്നുണ്ട്. पिछले 30 साल से परमेश्वर के दास इस वचनों से परमेश्वर का प्रचार कर रहे हैं. ഒരു 5 വർഷത്തോളം ബൈബിൾ കോളേജിൽ ഞാൻ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് ദൈവവചനം. और 5 साल के करीब परमेश्वर के दास ने बाइबल कॉलेज में विद्यार्थियों को भी पढ़ाया हुआ है. പക്ഷേ ഇപ്പോഴും എനിക്ക് പൗലോസിന്റെ ലേഖനങ്ങൾ തുറക്കുന്ന ഒരു വല്ലാത്ത വെപ്രാളമുണ്ട് എൻ്റെ മനസ്സിൽ. और जब अब भी परमेश्वर के दास जब इनकी पौलुस के द्वारा लिखी हुई लेखों को चिट्ठियों को पढ़ते हैं तो तब उनका मन थोड़ा सा घबरा जाता है. ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ മേലാത്ത ഒരു കാരാഗ്രഹത്തിൽ ഒരു ഗവൺമെന്റിന്റെ അതിഭീകരമായ പീഡനം സഹിച്ച് കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുമ്പോൾ അവന്റെ വെളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്നൊരു തലമുറയോട് ആ മനുഷ്യന് പറയണമെങ്കിൽ ആ മനുഷ്യന്റെ സ്പിരിച്വൽ റെലവന്റ് നിങ്ങൾ ആലോചിക്കുക. अगर आप समझ पासवान ये कहते हैं कि एक बंदी गृह में रहकर एक गवर्नमेंट के अंदर तिरस्कार करके बंदी गृह में रहकर उस बिल्कुल एक कठिनाई के बीच में एक ऐसी आशय को उस परमेश्वर के दास ने पौलुस ने हमारे और प्रकट कर रखा है तो उसका कुल मिला के क्या मतलब हो सकता है हम अगर सोचें तो उसका ज्ञान बहुत ही गहरा है. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ പറയുന്നത് പൗലൂസിനെ അടിച്ചിട്ട് നിലത്തൂടെ വലിച്ച്, നിങ്ങൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് പേർക്ക് അടിച്ചിട്ട് നിലത്തോടിട്ട് വലിച്ച് ആ മനുഷ്യനെ കാരാഗ്രഹത്തിൽ കൊണ്ടിടുമ്പോൾ അർദ്ധരാത്രി എഴുന്നേറ്റ് മുട്ടുകുത്തിയേച്ച് എന്നെ അടിച്ചവൻ മുടിഞ്ഞു പോകണേന്നോ അവന്റെ വണ്ടി ഇടിക്കണേന്നോ അവന്റെ കാലൊടിയണേന്നോ അവന്റെ തലയിൽ തേങ്ങ വീണോന്നോ അല്ല ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് എന്റെ ദർശനത്തിലെ പുരുഷൻ എവിടെയെന്നാണ്. और अगर पौलुस की बातें हम देखें कि अगर प्रेरितों के काम में जब उसको बंदी गृह में लेके जाया गया था उसको पकड़कर जमीन से घसीट कर उसको लेके गए थे बंदी गृह में. और उस दिन भी उस रात को जब वो उठा अपने घुटनों में बैठा परमेश्वर की सन्निधि में, बस उसने ये नहीं सोचा कि जिसने मेरे को मारा है या जिसने मेरे को घसीटा है उसको परमेश्वर तू ये देना, उसके सर पे उसकी गाड़ी ढुकवा देना, या उसने ऐसे गलत मतलब नहीं, लेकिन उसने ये सोचा कि मेरे जो दर्शन में जो बंदा है वो कहाँ पे है. ഞാൻ ആ മനുഷ്യനെ കുറിച്ച് 2 കാര്യം പറയാം. നിങ്ങൾ യോഗം തീരാറായി ഇപ്പൊ തീരുമെന്ന് ഓർത്തിരുന്നിടത്താണ്
ഒരുത്തം വന്ന് കയറിയത്. അങ്ങനെ ഓർത്ത് ഇരിക്കരുത്. രണ്ട് കാര്യം ഞാൻ പറയാം. परमेश्वर के दास आपसे दो प्रमुख बातें बताएंगे. ഒന്നാമത്തത്, ഈ എന്റെ ശബ്ദവും ബഹളവും ഇതൊന്നും അല്ല കേട്ടോ. ഞാൻ ഭയങ്കര വയലന്റ് പാർട്ടിയാണ്. ഞാനിപ്പോ നിങ്ങളുടെ കോട്ടും എല്ലാം കൂടെ കണ്ടിട്ട് പേടിച്ചിട്ട് ഞാൻ പതുക്കെ പറയുന്നത്. ഇല്ല, ഞാനിപ്പോ പൊട്ടിച്ചാണ്. लेकिन परमेश्वर के दास जो बातें बताते हैं वो बहुत ही धीरज के साथ बताते हैं. പൗലോസിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഈ മനുഷ്യനെ എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിട്ടാൽ ഇറങ്ങി വരുമ്പോൾ കയ്യിലൊരു ലേഖനം കാണും, തുറന്നു വിട്ടാൽ ചെല്ലുന്നിടത്തൊരു സഭ കാണും. और पौलुस की ये खासियत थी कि जब उसको बंदी गृह में डाला जाता था तो या तो वो बंदी गृह से बाहर आता तो उसके हाथ में एक पुस्तक ऐसी लिखी हुई मिलती थी, नहीं तो उसने एक कलीसिया स्टार्ट किया होता था. ഒറ്റവാക്കി പറഞ്ഞാൽ പൂട്ടിയാലും തുറന്നാലും ഈ മനുഷ്യൻ അപകടകാരിയാണ്. और उसमें ये कहते एक ही बात, एक ही आशय हम बता सकते हैं, इसको या बंदी गृह में बांधे या खोले, उसका परमेश्वर को और से जो काम है वो होएगा जरूर. രണ്ടാമത്, ഒരു പട്ടണത്തിലെ വേസ്റ്റ് കളയുന്ന വലിയ കൊട്ടയ്ക്കകത്ത് ഈ ദൈവമനുഷ്യൻ പ്രതിസന്ധികളുടെ നടുവിൽ കൊട്ടയ്ക്കകത്തിരുന്ന് ഈ മനുഷ്യനെ കോട്ടയ്ക്ക് പുറത്തിറക്കി എന്ന പുസ്തകത്തിൽ വാക്യമുണ്ട്. മുഴുവൻ ഞാൻ പറയാം, ഒരു മിനിറ്റ്. അവൻ ദൈവരാജ്യ നിമിത്തം കൊട്ടയ്ക്കകത്ത് ഒതുങ്ങാനും പിന്നത്തേതിൽ ഏഷ്യാമേനിൽ നിറയാനും കഴിയുന്ന ദൈവമനുഷ്യനാണ് ഇദ്ദേഹം. तो यहाँ पर कहते हैं कि एक नगर में ऐसा था जहाँ पर बिल्कुल कचरा डाला जाता था और उस कचरे में के डब्बे में अंदर वो भी समाकर वो बाहर निकला. तो और जब वो बाहर निकला, वहाँ कचरे के अंदर बिल्कुल अपने आप को दबाकर नहीं, वो बाहर निकला, बहुत ही महान तरीके से निकला. ഇന്ന് പകൽ ഞാനൊരു പ്രവചനം നിങ്ങളോട് പറയാം. സാഹചര്യം നിങ്ങളെ ഒതുക്കിയാൽ ഒതുക്കുന്നിടത്ത് അഭിഷേകം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. आज परमेश्वर के दास अपने परमेश्वर की ओर से वचन ये बताते हैं, आपकी सिचुएशंस क्या है, आपको बिल्कुल अंदर को दबाने वाली क्यों ना हो, लेकिन उसके अंदर से भी आप परमेश्वर की आत्मा के द्वारा बाहर निकल सकते हैं. എന്റെ ബൈബിളിൽ ഞാൻ വായിച്ചത്, ചാരം വീണ മോർദെഖായിയുടെ തലയിൽ രാജാവിന്റെ കിരീടം വെപ്പിക്കാനും ഏത് വഴിയിലിരുന്ന് മോർദെഖായി കരഞ്ഞോ അതേ റൂട്ടിലൂടെ രാജാവിന്റെ കുതിരപ്പുറത്ത് അവനെ കൊണ്ടുപോകാനും എന്റെ ദൈവം സർവശക്തനാണ്. जहाँ पर बिल्कुल गंदगी गिरी हुई मोर्देखाई के सर में परमेश्वर ने राज मुकुट रखवाया और जहाँ वो जिस रास्ते से गया था उसको घसीट के लेके गए थे, वहाँ पर वो घोड़े के ऊपर बैठ कर गया है. वहाँ पर परमेश्वर उसी तरीके से हमें भी आशीष कर सकते हैं. ഇനി ഞാൻ ഈ കൊലോസ്യ ലേഖനത്തിൽ വന്നിട്ട് അത്യാവശ്യം ഒന്ന് രണ്ട് വളരെ ഗൗരവമായിട്ട് നിങ്ങളോട് ക്ഷണിക്കാൻ എന്റെ മനസ്സിൽ ഞാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾക്ക് അഭിവാദ്യം പോലെ പെട്ടെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. और कुलुस्सियों की किताब से हम लोग कुछ अध्ययन मनन कर परमेश्वर के दास कहना. കൊലോസ്യയിലെ സഭ പൗലോസിന്റെ ശുശ്രൂഷയാൽ ഉണ്ടായ സഭയല്ല. पर ये कुलुस्सियों की कलीसिया जो है पौलुस के द्वारा बनाई गई नहीं थी. പൗലോസിന്റെ ശിഷ്യനായിരുന്ന എപ്പഫ്രാസിന്റെ ശുശ്രൂഷയാൽ എഴുന്നേറ്റ് വന്ന സഭയാണ് കൊലോസിയിലെ ദൈവസഭ. पौलुस की जो शिष्य था उसके द्वारा जो है बना, उसकी सेवकाई के द्वारा बनाई गई हुई कलीसिया थी. എനിക്ക് തോന്നുന്നു ആമേൻ, വളരെ ഗൗരവമായ പോരാട്ടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ആമേൻ വളർന്നു വന്നൊരു ദൈവസഭയാണ് ഈ കൊലോസിയിലെ ദൈവസഭ. और ये कुलुस्सियों की जो कलीसिया थी बहुत ही कठिनाइयों के द्वारा उससे गुजरी हुई कलीसिया है. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾ എടുക്കണ്ട, ഞാൻ തന്നെ വായിച്ച് കേൾപ്പിക്കാം. കൊലോസ്യർ 1:13 പൗലോസിനോട് പറയുക, നിങ്ങൾ കയറി വരുന്നത് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, വശീകരണ വാക്കുകൊണ്ട് നിങ്ങളെ ചതിക്കുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, നിങ്ങളെ കവർന്നു കളയുന്ന വഞ്ചനയുള്ളവരും തത്വജ്ഞാനമുള്ളവരും നിങ്ങളുടെ നടുവിലുണ്ട്. അടുത്തത് 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, നിങ്ങളെ വിരുദ് തെറ്റിക്കുന്ന ആളുകൾ നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞാൽ തലയായ ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ ഡിസ്കണക്ട് ചെയ്യുന്ന ഒത്തിരി ആളുകൾ നിങ്ങളുടെ നടുവിൽ പാർക്കുന്നുണ്ട്. यहाँ पर अगर हम देखा जाए तो कई बार परमेश्वर के दास ने कुलुस्सियों के पहले अध्याय और दूसरे अध्याय में से कई ऐसे वचन हैं जो आशय वो बताता है कि हमको जो कलीसिया का सर जो मसीह है उसमें से अलग करने वाले कई सारी बातें हमारे बीच में हो सकती हैं. എന്നാൽ പൗലോസ് ഗൗരവമുള്ളൊരു ദൂത് കൊലോസ്യയിലെ സഭയോട് പറയുന്നുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വാഴുകയാണ്. और यदि परमेश्वर का ये जो दूत जो है यहाँ पर एक प्रमुख की बात ये बताता है कि महिमा में प्रकट होने वाला परमेश्वर हमारे बीच में है. നിങ്ങൾ വിശ്വസിക്കുക, എന്റെ അകത്ത് ഒരുവൻ വാഴുന്നുണ്ടെങ്കിൽ, എന്റെ അകത്ത് വാഴുന്ന എന്റെ ദൈവം സർവശക്തനാണെങ്കിൽ
ഞാൻ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾക്കും എന്നെ തകർക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അതിന്റെ മേളിൽ വന്നിരിക്കും. अगर यदि हम विश्वास करते हैं कि हमारे अंदर प्रभुता करने वाला हमारा परमेश्वर है, तो ये जो भी परिस्थितियां हमारे चारों तरफ है, आज ना तो कल में उसके ऊपर जरूर उठेंगे. ഈ രണ്ടാം അധ്യായത്തിൽ ഒരു വാക്ക് മാത്രം ഞാൻ എടുക്കുകയാണ്. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായിച്ച്. ഞാൻ ആ വാക്ക് മാത്രം ഒന്ന് ചില മിനിറ്റുകളൊന്ന് ശുശ്രൂഷിക്കാം. यहाँ पर जो पढ़े हुए 2:14 में और विधियों का यह लेख और हमारे विरोध में जो मिटा डाला, നിനക്ക് വിരോധമായ കൈയെടുത്ത് മായിക്കുന്ന ദൈവം और हमारे विरुद्ध में उठने वाले हाथों को हटाने वाला परमेश्वर. ഹല്ലേലൂയ. ഇന്ന് ഈ വൈകുന്നേരം നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും എനിക്കറിയില്ല. പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസന്മാരെ ഞാൻ ആദ്യം കാണുന്നു. പക്ഷേ എന്റെ അവൻ ഉള്ളറയിൽ പരിശുദ്ധാത്മാവ് തരുന്നൊരു ദൂതുണ്ട്. കാണാമറയങ്ങളിൽ നമുക്ക് വിരോധമായി പിശാചുണ്ടാക്കുന്ന രഹസ്യ അജണ്ടകളെ ഇന്ന് പകൽ മായിച്ചു കളയാൻ എന്റെ ദൈവം സർവശക്തനാണ്. परमेश्वर के दास अपनी आत्मा में परमेश्वर की आत्मा से ये बात करते हैं कि द्वारा कि अगर जो छिपी हुई एजेंडा कुछ भी हो हमारे बीच में, वो सब कुछ परमेश्वर से दूर करेगा. നിങ്ങൾ ആ തണുപ്പൊക്കെ ഒന്ന് മാറ്റിച്ചു നല്ല ഹല്ലേലൂയ പറഞ്ഞു നോക്കിയേ. परमेश्वर का हाथ उठाकर हल्लेलुया बोले. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു ഹല്ലേലൂയ നിങ്ങളുടെ ഇല്ലാതെ പോയി. जो हल्लेलुया करो बोले हल्लेलुया. ആമേൻ. കഴിഞ്ഞ ദിവസം അവിടെ നാഷണൽ കോൺഫറൻസിന് ട്രാൻസ്ലേറ്റ് ചെയ്ത പുള്ളിക്കാരന് ഇങ്ങനെ തലയും കൈവച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്നാ പറയുമെന്ന് അറിയാൻ മേല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ. എഴുതുക എന്നുള്ള വാക്കിന്റെ ഇച്ചിരി സമയം കേട്ടാൽ പ്ലീസ്. എഴുതുക എന്നുള്ളതിന്റെ മൂലഭാഷ ഗ്രാഫെയിൻ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഗ്രീക്കിൽ കിടക്കുന്ന ഗ്രാഫെയിൻ. तो यहाँ पे जो लिखना इसके हिसाब से मतलब कि जो उसमें ग्रीक भाषा में ग्राफे करके बताया गया है. ഗ്രാഫെയിൻ എന്ന വാക്കിന്റെ അർത്ഥം എഴുതുക കർത്താവിൽ വലിക്കുന്ന മൃതന്മാർ ഭാഗ്യം. എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. എഴുതുക നമ്മൾ റൈറ്റിംഗ് എന്ന് പറയുന്നതിന്റെ മൂലഭാഷയിലെ വാക്ക് ഗ്രാഫെയിൻ എന്ന് പറയുന്ന വാക്കാണ്. ഗ്രാഫെയിൻ എഴുതുക. ग्राफेन करके जो वचन है वो ग्रीक भाषा में उसको मतलब ये है कि लिखो, लेख लिखो. എന്നാൽ ഇവിടെ കിടക്കുന്ന വാക്ക് വെറും ഗ്രാഫെയിൻ എന്ന് പറഞ്ഞ വാക്കല്ല. കാറ്റാഗ്രാഫെയിൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിരോധമായി കൈപ്പോടുകൂടെ വെറുപ്പോടുകൂടെ ഉണ്ടാക്കിയെടുക്കുന്ന രേഖകൾ. तो यहाँ पे जो लेख लिखा हुआ है उसका मतलब है कैटाग्राफे. जो ग्रीक में वर्ड है कैटाग्राफे मतलब जो किसी के विरुद्ध में लिखना. നിങ്ങളുടെ കുടുംബം തകർക്കാൻ നിങ്ങൾ ചിന്തിക്കാത്ത രേഖകൾ ഉണ്ടാക്കുന്നത് പോലെ, നിങ്ങളുടെ വീട് അപഹരിക്കാൻ ചിന്തിക്കാത്ത കള്ളരേഖകൾ ഉണ്ടാക്കുന്നത് പോലെ, നിങ്ങളുടെ ബിസിനസ് തകർക്കാൻ ചിന്തിക്കാത്ത രേഖ ഉണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ നേഴ്സായിട്ടോ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്താൽ നിങ്ങൾ ചെയ്യാത്തൊരു അപരാധം, ഒരു കുറ്റം നിങ്ങളുടെ മേലാക്കി വെച്ച് കള്ളരേഖ ഉണ്ടാക്കുന്നത് പോലെ. പക്ഷെ ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ പിശാചുണ്ടാക്കുന്ന എല്ലാ രേഖകളും എന്റെ ദൈവം മായ്ക്കാൻ പോകുകയാണ്. परमेश्वर के दास ये कहते हैं कि जैसे परिवार में मतलब कि क्या है कि मनमुटाव करने वाली कुछ बातें या कुछ लोग या अपने काम में मतलब कि हमने जो किया भी नहीं है उस काम जैसे हमें कर उसका हमें दोष लगाना है. ऐसे कई बातें या कई लोग अगर हमारे बीच में उठते हैं, लेकिन परमेश्वर की आत्मा हमारे अंदर है तो उन सब में हम लोग विजय प्राप्त कर सकते हैं. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു സാധാരണ രാത്രിയല്ല. എന്നോട് ദൈവം പറയുന്നു, അടങ്ങ പകയോടുകൂടെ നിനക്ക് വിരോധമായി ഉണ്ടാക്കിയ രേഖ യേശുവിന്റെ ചോരയാൽ ഇന്ന് രാത്രി മായാൻ പോകുകയാണ്. आज की रात ऐसी साधारण रात्रि नहीं है. परमेश्वर के दास ये बताना चाहते हैं कि जो हमारे विरुद्ध में लिखी हुई हर एक बातें वो परमेश्वर यीशु के नाम से मतलब कि वो दूर हट जाएंगी. നിങ്ങൾക്ക് നോർമലി ചോദിക്കാം, അങ്ങനെ രേഖയുണ്ടോ? अगर आप पूछ सकते हैं कि क्या ऐसा कुछ ऐसे लेख लिख सकते हैं कोई हमारे विरुद्ध में? ബൈബിളിൽ രണ്ട് ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ऐसी दो जगह बाइबल में ऐसी है कि जहां पर ऐसा लिखा हुआ है. ഒന്ന് രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, एक सबसे पहला जो है कि वो लिखा है कि एक ऐसी
निबंध जो दानियल ने जैसे सुना जो लिखा गया उसके विरुद्ध ദർശനമുള്ള പ്രാർത്ഥനയുള്ള അഭിഷേകമുള്ള ദൈവബോധമുള്ള ദാനിയേലിന് വിരോധമായി കൂടെ വന്ന സഹോദരന്മാർക്ക് വിരോധമായി അവരെ കത്തിച്ചു കളയാൻ പിശാച് പുറത്ത് രേഖ എഴുതുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്ക് അതിനെ മായ്ക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാ. बाहर जो है उसके नगर में उस राज्य में क्या है कि उसके विरुद्ध में जो रेखा लिखी जाती है कि अगर वो कोई उपासना नहीं करेंगे राजा की उसको क्या है कि भटकती हुई भट्टी में डाल देंगे, वैसी वाली अगर अवस्था में भी परमेश्वर ने दानियल को विजय किया है. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ഒരു പൊട്ടനെ പോലെ ഒരു പൊട്ടിയെ പോലെ സ്തോത്രം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവൻ നിന്റെ കൈയെത്താത്തടത്ത് എന്റെ യേശു നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് जो कुछ भी परमेश्वर दास बोलते हैं उनमें आपको जरूर विजय मिलेगा. നമ്മള് ഇടയ്ക്കിടയ്ക്കൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഹൃത്തിലെന്നെ വഹിച്ചത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പറയാനല്ല, ബാക്കി പറയാനാണ്. ഹൃത്തിലെന്നെ വഹിച്ചത് മുള്ളിൻ കുരുക്കതിൽ വീണതില്ല, കണ്ണിൽ തന്നെ നോക്കിയറിയില്ല, തുൻപമൊന്നും യേശിയില്ല. പറഞ്ഞാട്ട് കർത്താവിന്റെ ഹൃദയത്തിനകത്ത് നമ്മളെ ചുമന്നത് കൊണ്ട് നമ്മൾ കുരുക്കിനകത്ത് വീടില്ല. परमेश्वर के दास ने ये गाया है कि उन्होंने अपने हथेली में हमें उठाया, तो इसलिए हम क्या है कि कई मुसीबतों से बच गए हैं. ക്ഷീണിച്ചോ? കാസറ്റ് വലിയെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ ഓരോ മിനിറ്റ് കൂടുന്നതോറും പവർ കൂടി വരും. ഒരു വാക്യം വായിച്ചിട്ട് അത് ബാക്കി ഒരു ശകലം മിനിറ്റ് കൊണ്ട് പറയാം. യോബിന്റെ പുസ്തകം എടുത്താട്ട് एक और वचन पढ़ेंगे, अय्यूब की किताब 31 അധ്യായം 35 ജോബ് ചാപ്റ്റർ 31 verse 35. അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നവരുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ബാക്കിയുള്ളവർ എടുക്കുന്നതിന് മുമ്പേ വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് उसका भला होता कि कोई मेरी सुनने वाला होता, भला होता कि जो शिकायतनामा मेरे मुद्दई में लिखा है वह मेरे पास होता. ഈ വാക്കാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് വായിച്ച് എന്റെ ഇതാ എന്റെ ഒപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എന്റെ പ്രതിയോഗി എഴുതിയ അന്യായരേഖ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ ആ വാക്യം എല്ലാവരും ചേർന്ന് പറഞ്ഞ എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. यहाँ पर लिखा हो कि भला होता कि जो शिकायतनामा मेरे मुद्दई में लिखा है वह मेरे पास होता. ഇതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെ ആയിരിക്കും പറയുന്നത് അല്ലേ? എനിക്ക് ഒരു പിടിപാടില്ല ഈ ഭാഷയുടെ. നിങ്ങൾ ഇച്ചിരി ആഴമായിട്ട് എന്നെ ശ്രദ്ധിക്കണേ. गहराई से परमेश्वर के दास को सुने. നിങ്ങളുടെ കൂട്ടായ്മ വളരട്ടെ, വർദ്ധിക്കട്ടെ. എല്ലാ ഭാഷകളിലും ഇവിടെ ആരാധന നടക്കട്ടെ. आपकी कलीसिया बढ़े और अनेक से लोग आए, कई भाषाओं में यहाँ पे आराधना हो. ഞാൻ ഈ മാഞ്ചസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നൊരു ആകാശം വിട്ട് നിൽക്കുന്ന മണിസൗധങ്ങളുടെ ഒരു വലിയ പട്ടണം നോക്കി ഓർത്ത് ഫ്ലൈറ്റിൽ ആന്യം വന്നപ്പോൾ ഞാൻ ഓർത്ത് കുമരത്തോട്ടക്കാനാണോ ഇതൊക്കെ പോകുന്നത്. परमेश्वर के दास जब मैनचेस्टर सुना तो बहुत बड़ा एक बहुत अलग से विचार थे उनके जैसे, लेकिन फ्लाइट लैंड किया तो उन्होंने सोचा कि वो अपने देश में आए हैं क्या, जहाँ पे है वो है. തെഞ്ചൂരിനോട് ഇങ്ങോട്ട് വന്നപ്പോൾ നസറേത്ത് പള്ളി എന്ന് പറഞ്ഞ ബോർഡ് തട്ടിയിരിക്കുമായിരുന്നു ഞാൻ. അതുപോലെ റോഡ് മുഴുവൻ. तो जब वो यहाँ पे आए तो उन्होंने बस जैसे देख रहे थे कहाँ पे ये कलीसिया लिखी है नसरेत करके, वो बस वैसे ही यहाँ के रोड्स हैं.
ഞാൻ വളരെ ഗൗരവമായിട്ട് അത്യാവശ്യമുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. और बहुत ही प्रमुख की बात आपके सामने रखकर परमेश्वर की दास प्रार्थना करेंगे. ഇതൊന്നും മുമ്പോട്ടൊന്നും കുഴപ്പമില്ലല്ലോ. യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്കാണ്, എന്റെ പ്രതിയോഗി എനിക്ക് വിരോധമായി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. यहाँ पर लिखा हुआ है, भला होता कि जो शिकायतनामा मेरे मुद्दई ने लिखा है वो मेरे पास होता. അപ്പം യോബ് തന്നെ സമ്മതിച്ചു, എനിക്ക് വിരോധമായി പിശാച് ഒരു രേഖ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. तो अय्यूब ने ये समझ थी कि वो क्या है कि उसके विरुद्ध में शिकायतनामा लिखी हुई उसके शैतान ने. ഇത് യോബിനെതിരെ മാത്രമല്ല, വാഗ്ദത്തമുള്ള എല്ലാ ദൈവമക്കൾക്കെതിരെയും പിശാച് രേഖ ഉണ്ടാക്കുന്നുണ്ട്. और बस केवल अय्यूब के विरुद्ध में ही नहीं, जिस परमेश्वर के बच्चों के ऊपर उनका जो है परमेश्वर की क्या है प्रॉमिस है, उन सब में परमेश्वर के ये विरुद्ध में शैतान लिखता है ऐसा. ഇപ്പൊ നിങ്ങളുടെ ചോദ്യം, പാസ്റ്ററെ അല്ലെങ്കിൽ ദേവദാസനെ, ആ രേഖ എനിക്കെതിരെ ഉണ്ടോ? ആ രേഖ എന്റെ സഭയ്ക്കെതിരെ ഉണ്ടോ? ആ രേഖ എന്റെ തലമുറക്കെതിരെ ഉണ്ടോ? ആ രേഖ എനിക്കെതിരെ ഉണ്ടോ? എങ്ങനെ അറിയാം? എന്താണ് അതിന്റെ സൈൻ? तो आप ऐसे पूछ सकते हैं कि पासवान, यदि अगर ऐसा लिखा हो तो क्या वो मेरे विरुद्ध में लिखा हुआ है, क्या मेरे बच्चों के विरुद्ध में लिखा हुआ है, क्या मेरी कलीसिया के विरुद्ध में क्या ऐसा लिखा हुआ है क्या? ഇന്ന് പകൽ ഞാൻ ആ 4 കൂട്ടം കാര്യം നിങ്ങളോട് പറയുമ്പോൾ ആ ദൂത് ഇവിടെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ആ 4 മേഖലയിൽ എനിക്ക് വിടുതലുണ്ടെന്ന് ദൈവമക്കൾ വിശ്വസിക്കണം. अगर यदि ये जो परमेश्वर के दास जो बता रहे हो, अगर समझ में आप आ सकते हैं, तो अगर वो आप ये सकते हैं परमेश्वर की जो 4 प्रमुख की बातें हैं बताइए, वो आपको യോബിന് വിരോധമായി പിശാച് രേഖയുണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ 4 പ്രതിസന്ധികളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖലയുടെ തകർച്ചയാണ്. यदि अय्यूब के अगर बीच में उसको जो क्या है कि उसके जीवन में यदि 4 बातें घटी है और उसके विरुद्ध में यदि शैतान ने जो कार्य किया वो 4 है, उसमें से सबसे पहला है कि उसकी जो है कि पैसों के मामले में उसका जो है कि वो गिर गया. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, അങ്ങനെ ആ മനുഷ്യന്റെ സമ്പത്ത് മുഴുവൻ ഒരു നിമിഷം കൊണ്ട് കത്തി കണ്ണിന്റെ മുമ്പിൽ ചാരമാകുമ്പോൾ കൃപയുള്ള ദൈവമക്കൾ അറിയണം, പ്രാർത്ഥിക്കുന്നവന്റെ വിയർപ്പിന്റെ നന്മകളെ കവർന്നെടുക്കാൻ പിശാച് നടത്തുന്ന അജണ്ടകൾ അവരുടെ രേഖയുടെ റിയാക്ഷനാണ്. അത് ഇന്ന് ദൈവം അഴിക്കാൻ പോയാ. कई उसके सारे जो है जानवर लोग उसके नष्ट हो गए थे, कई उसकी संपत्ति में से काफी कुछ उसका नुकसान हो गया था. लेकिन यदि परमेश्वर के दास, यदि अगर हम लोग परमेश्वर के भक्त हैं, यदि हम जान सकते तो उसमें से हमको क्या है परमेश्वर नहीं निकाल सकता. അസ്ഥി തുളയ്ക്കുന്ന തണുപ്പുള്ള ഈ രാജ്യത്ത് കഴിഞ്ഞ 25 വർഷമായി രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്നു. ഇന്ന് രാത്രി എന്ത് മിച്ചമുണ്ട്? 2 കൊച്ചുങ്ങളെ പഠിപ്പിച്ചു, 30 വർഷത്തെ ലോണിട്ടൊരു വീട് വാങ്ങിച്ചു. പിന്നെ എന്തുണ്ട് കയ്യിൽ? ഓട്ടയുള്ള സഞ്ചിക്കകത്ത് ഒരു കൂലിക്കാരൻ കൂലിയിടുന്നത് പോലെ നിന്റെ നന്മകളെ ശത്രു വിഴുങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒക്കെ അഴിയട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹിക്കാൻ പോവുകയാ. और क्या है कि हमने 2 बच्चों को पढ़ाया, हमारे हाथ में कुछ काफी लोन थे. क्या हमारी अवस्था भी ऐसी है कि एक मतलब कि क्या है कि एक ऐसा एक बैग जिसमें क्या है कि छेद है और जो पैसा डालते उसमें से निकल जाता है. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ മേൽ വാഴുന്ന പ്രവാചകന്റെ ആത്മാവ് നിങ്ങളോട് പ്രവചിക്കാൻ പറയുന്നു. 2025 ഇനി നിനക്ക് നഷ്ടത്തിന്റെ വർഷമല്ല, ഒരു ലാഭത്തിന്റെ കരമടിച്ച് ഒരു ലാഭത്തിന്റെ ശക്തിയോടെ ആരാധിച്ച് ഒരു ലാഭത്തിന്റെ പോരാ ശക്തിയോടെ ക്ഷമാണ് ലാറ്റാന മസിയ പ്രഭാതയ യുഗത്തന മസി പ്രഗത്തനായ ശക്തിയോടെ ആരാധിക്കാൻ അച്ഛൻ കഴിയട്ടെ. ആ ശാപ
നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ ചെറുതായിട്ട് എനിക്കിതൊക്കെ വലിയ ആഴമായിട്ട് വിശദീകരിക്കാൻ താല്പര്യമുണ്ട്. ആമേൻ. സമയക്കുറവാണ് എന്റെ പ്രശ്നം. എനിക്ക് ഇനി 1 മണിക്കൂറുണ്ടോ? നിങ്ങൾ ഇച്ചിരി നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതല്ലെങ്കിലും ഈ ഡ്രൈവിംഗ് പഠിക്കാൻ ചെല്ലുമ്പോൾ പഠിപ്പിക്കുന്ന ആശാൻ ചോദിക്കും, ഡ്രൈവിംഗ് അറിയാം, കുറച്ചെങ്കിലും അറിയാമെന്ന് ചോദിക്കും. അതായത് ചിലർ പിന്നെ എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് പറയുമ്പോഴേ കൊണ്ട് നെഞ്ചത്ത് കൈവെക്കുന്ന കാര്യം അറിയോ, ഇച്ചിരി അറിയാവുന്നതിനെ പഠിപ്പിക്കാൻ പാടാ, ഒട്ടും അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കാൻ എളുപ്പമാണ്. तो यदि अगर हम लोग यहाँ पे ड्राइविंग अगर सीखने के लिए जाते हैं तो हमारे से जो इंस्ट्रक्टर है वो हमसे पूछता है क्या तुम्हें ड्राइविंग पहले से आती है क्या? अगर थोड़ा बहुत आता है तो हम बोलते हैं कि हाँ हमें आती है, तो इंस्ट्रक्टर समझता है। और जो थोड़ा बहुत जानता है उसको पढ़ाना बहुत मुश्किल है, जो कुछ नहीं जानता उसको पढ़ाना आसान है। പത്രോസ് മീൻപിടുത്തക്കാരനാണ്. യേശു ഒരു തടിപ്പണിക്കാരന്റെ വീട്ടിലാണ് ജനിച്ചത്. യോസഫിന്റെ വീട്ടിൽ, ഒരു കാർപ്പൻറ്ററി വീട്ടിലാണ് യേശു ജനിക്കുന്നത്. പത്രോസ് ജനിക്കുന്നത് മീൻപിടുത്തക്കാരന്റെ വീട്ടിൽ. എന്റെ ഭാഷ പറഞ്ഞ പത്രോസിനെ പെറ്റിട്ട് തന്നെ വള്ളത്തേല ഗലീലക്കടന്റെ എല്ലാ മുക്കും മൂലയോ മനുഷ്യനറിയാം. ഒരു രാത്രി മുഴുവൻ ആ മനുഷ്യൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും വള്ളത്തെ കയറിയില്ല. എന്നാൽ പിറ്റേ ദിവസം പകല് ആ മരപ്പണിക്കാരന്റെ വീട്ടിൽ ജനിച്ച യേശു ആ വള്ളത്തെ കയറിയതും വള്ളം നന്മ കൊണ്ട് മുങ്ങാറായതും ഒരുപോലെയാണ്. हम देखते हैं कि जो पतरस को हम जानते हैं कि वो क्या है कि वो एक मछुआरा था, लेकिन जो है कि यीशु जो है वो कहाँ पे पैदा हुआ? वहाँ पे जो लकड़ी काटने वाला, वहाँ कारपेंटर के वहाँ पे घर पे पैदा हुआ। हम देखते हैं एक ऐसा इंसिडेंस आता है कि जहाँ पे पतरस ने पूरी रात परिश्रम किया लेकिन उसको एक भी मछली नहीं मिला। लेकिन जब क्या है कि पतरस के जीवन में देखते हैं उसको हर एक गलील की नदी के बारे में उसको अच्छा ज्ञान है, लेकिन जब उसको पूरी रात परिश्रम करने का एक भी मछली ना मिली, लेकिन जब अगले पल ही जब यीशु मसीह वहाँ पे आता है और वो जब बोलता है कि इस बार इस तरफ को उसने अपनी जाल को बिछाता, जब पतरस बिछाता है तो क्या है कि वो पूरा नाव ऐसे डूबने के लिए उतना उसको मछली मिलता है। ഈ പെന്തക്കോസ്തുകാർക്ക് അല്ലെങ്കിൽ വേർപെട്ടവർക്ക് ഒട്ടും അറിയാൻ മേലാത്തൊരു പ്രശ്നമുണ്ടെന്നറിയോ? ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പണം എങ്ങനെ വിനിയോഗിക്കണം. ഈ സാധനത്തെ കുറിച്ച് നമുക്ക് യാതൊരു ബോധവുമില്ല. നിങ്ങൾ എന്നെ ഒന്നും ചെറിയത് ഞാൻ പറഞ്ഞേക്കാം. ഇതുകൂടെ പറഞ്ഞോട്ടെ. ഇവിടെ നമുക്ക് ദേവദാസിനെ സാമ്പത്തിക ബന്ധനമുണ്ട്, ചിലർക്ക് സാമ്പത്തിക അഴിവുണ്ട്. സോ എന്താണ് ഇതിന്റെ സൈൻ? എങ്ങനെ അറിയാം? ചിലപ്പോൾ ഈ കർത്താവിന്റെ ദാസിക്ക് 5 ലക്ഷം രൂപ സാലറി ഉണ്ട്, എനിക്ക് 1 ലക്ഷം രൂപ സാലറി ഉണ്ട്. അപ്പൊ ഇവരെല്ലാം പറയുന്നു ഈ കർത്താവിന്റെ ദാസി ഫിനാൻഷ്യലി ഏബിൾ ആണ്, നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. ഞാനോ ശാപിക്കപ്പെട്ടവനാ. എന്താ കാര്യം? എന്താ? എനിക്ക് ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് 5 ഉണ്ട്. പക്ഷെ രസം എന്തറിയോ? 5-ാം തീയതി സാലറി കിട്ടി, അടുത്ത 5-ാം തീയതി ആകുമ്പോ 5 ലക്ഷം കിട്ടിയ സഹോദരന്റെ 50 രൂപ പോലും ഇല്ല. 1 ലക്ഷം കിട്ടിയ എന്റെ കയ്യിൽ 75,000 രൂപ മിച്ചം കിടക്കുക. ആമേൻ. സാമ്പത്തിക അനുഗ്രഹം എന്ന് പറയുന്നത് സാലറിയിലല്ല, നിന്റെ മിച്ചത്തിലായിരിക്കുന്നത്. आपके पास भी अपनी जो सैलरी जो है वो कम भी आती है, लेकिन आप परमेश्वर में कितना बचा पाते हो उसकी अनुग्रह ही आपको मिलता है। യോസഫ് വേറെ രാജ്യത്ത് എന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? സത്യമായിട്ട്? ഓക്കെ. അവിടെ ചെന്നിരുന്നപ്പോൾ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. 7 മെലിഞ്ഞ പശു, കൊഴുത്ത പശു കയറി വരുന്നു. പുറകെ അറിയാത്തവന് അറിയാണ്ടിയതാണ്. 7 കൊഴുത്ത പശു കയറി വരുന്നു. പുറകെ 7 മെലിഞ്ഞ പശു. ദേവസ്മരയുടെ കൂടെ നിൽക്കുന്ന ഒരു ശകല നേരം മെലിഞ്ഞത് കയറി വരുന്നു. പിന്നെ 7 കതിരുകൾ. ഈ 7 കൊഴുത്ത പശു സമൃദ്ധിയും 7 മെലിഞ്ഞ പശു ദാരിദ്ര്യവും. അപ്പൊ യോസഫ് ഇതിനെ ആത്മാവിന്റെ സ്കാനറിനകത്ത് കയറ്റിയപ്പോൾ യോസഫിന് മനസ്സിലായി 7 സമൃദ്ധിയും 7 ദാരിദ്ര്യവും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രശ്നം, ഒരു വർഷത്തിൽ 12 മാസമുണ്ട്, സമൃദ്ധി വരുന്നു. ഇപ്പൊ എനിക്ക് ഒരു മാസം 10 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം കണക്കാണ്. 10 ലക്ഷം രൂപ എനിക്ക് സാലറി ഉണ്ട്. അപ്പൊ ഒരു വർഷത്തെ എന്റെ സാലറി കൂട്ടുമ്പോൾ 1,20,00,000 രൂപ എന്റെ സാലറി പെർ ഇയർ. എന്റെ വരുമാനം 1 കോടി. കേൾക്കുന്നുണ്ടോ? സുഭാഷ് കുതിരകത്തിന് 1,20,00,000 പറഞ്ഞേക്കാൻ കേട്ടോ ഉദാഹരണമാണ്. 1,20,00,000 രൂപ എന്റെ ഇയർലി എന്റെ സാലറിയാണ്. അപ്പൊ രസം എന്നറിയാമോ? പണ്ട് റേഷൻ കടയിൽ യൂണിറ്റ് തിന്ന ഞാന് ഇപ്പൊ 1 കിലോയ്ക്ക് 300 രൂപയുടെ അരി കൊണ്ടോ നോക്കും. എന്തെന്നില്ല. പണ്ട് 1000 രൂപയ്ക്ക് 3 ചുരിദാർ എടുത്ത ആള് 27,000 രൂപയുടെ 1 ചുരിദാർ മേടിക്കാൻ നോക്കും. പണ്ട് ടൈമെക്സിന്റെ 500 രൂപയുടെ വാച്ച് കെട്ടിയവര് റോളക്സിന്റെ 3.25 ലക്ഷം രൂപയുടെ വാച്ച് കെട്ടാൻ നോക്കും. ഏത് വാച്ച് കെട്ടിയാലും
ചേഞ്ച് ആയി, എന്റെ തിങ്കിങ് ചേഞ്ച് ആയി. എന്റെ പിള്ളേർക്ക് വേണ്ടത് മക്ഡൊണാൾഡ്സ്, എന്റെ പിള്ളേർക്ക് വേണ്ടത് KFC, എന്റെ പിള്ളേർക്ക് വേണ്ടത് ഷവർമ, എന്റെ പിള്ളേർക്ക് വേണ്ടത് പിന്നെ മറ്റേ ഇറച്ചിയുടെ മേളിൽ ഇങ്ങനെ വരികൂടി സ്ലീക്കോ എന്തെങ്കിലും ആട്ടെ, ആ സാധനം വേണം. എന്റെ ലൈഫ് സ്റ്റൈൽ മാറും. ഒരു ദിവസം കഴിക്കാൻ പോയാൽ 7,000 രൂപ എനിക്ക് അവിടെ നമ്മുടെ സെറ്റിംഗ് മാറി. ഇനി പ്രശ്നം കേൾക്കണോ, ഈ ലൈഫ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് 7 വർഷം, ഇത് പെട്ടെന്ന് മടങ്ങി വരാവേ, 7 വർഷം ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോ പിന്നെ എനിക്ക് റിവേഴ്സ് എടുക്കാൻ മേലാതെ വരും. പിന്നെ റോഡിന്റെ സൈഡിൽ ചെന്ന് 1 കിലോ തക്കാളിക്ക് എനിക്ക് മേടിക്കാൻ മേല. 30 രൂപയുടെ തക്കാളിക്ക് 350 രൂപ എടുത്താലേ എന്റെ തൊണ്ട വഴി ഇറങ്ങത്തുള്ളൂ. അങ്ങനെ 7 വർഷം സെറ്റ് ചെയ്ത് കഴിയുമ്പോ നീ 6 വർഷം കഴിയുമ്പോ നീ ഒരു ലോൺ എടുക്കണം. കേട്ടില്ല? ഈ 1,20,00,000 രൂപ ഇയർലി വരുമാനമുള്ള ലോൺ എടുത്താൽ ചെറിയ ലോൺ എടുക്കുമോ? ഒന്നും പെരുത്ത ലോൺ എടുക്കും. ഈ ലോൺ എടുത്തവന്റെ കഴുത്തലോട്ട് വെച്ച് കഴിയുമ്പോൾ മെലിഞ്ഞ പശു കയറാം. ഈ മെലിഞ്ഞ പശു കയറി വരുമ്പോ കൊഴുത്ത പശുവിനെ കണ്ടെടുത്ത ലോൺ അടയ്ക്കാൻ മേലാതെ വരും. അപ്പൊ പിന്നെ ദൈവത്തെ തള്ളി പറയുന്നു, ദൈവരാജ്യത്തെ തള്ളി പറയുന്നു, അന്യഭാഷ തള്ളി പറയുന്നു, പ്രാർത്ഥനയ്ക്ക് പോകാതെ വരുന്നു. ഇവൻ നശിക്കും. യോസഫ് ചെയ്തെന്നറിയോ? കൊഴുത്തത് കയറി വരുമ്പോ മെലിഞ്ഞത് വരുന്നുണ്ടെന്ന് താൻ മനസ്സിൽ എഴുതി വെച്ചു. ഞാൻ ദൈവത്തോട് പറയുന്നു, 1 രൂപ അനാവശ്യമായി ചെലവാക്കരുത്. നാളെ നീ ആരോഗ്യത്തോടിരിക്കുന്നത് എവിടെന്നെങ്കിലും നിനക്ക് എഗ്രിമെന്റ് കിട്ടിയിട്ടുണ്ടോ? കേട്ടില്ല? ഇന്ന് രാത്രി കരയാൻ തുടങ്ങണം ദൈവസന്നിധി. 1 നയ പൈസ പ്രാർത്ഥിക്കുന്ന ദൈവമൈതന്റെ ഓരോ രൂപയും സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുന്നതാ. നിനക്ക് കളിക്കാനുള്ളതല്ലത്, അത് തമ്പുരാന്റെ ദാനം.